അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അത് എവിടെ ചിരി തുടങ്ങി എങ്ങനെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്ക് തന്നെ പറയണമെന്നുണ്ട്. ഇതിപ്പോ നിങ്ങളെ ആവശ്യം മാത്രമല്ല, എനിക്ക് എല്ലാ എപ്പിസോഡിന്റെയും നിങ്ങളുടെ ക്വസ്റ്റ്യനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്നെ കോൺടാക്ട് ചെയ്തോളൂ. എവിടെയാச்சுം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് അവിടെ വന്നിട്ട് രേണുസുതി ഒളിച്ചിരുന്ന് കളിക്കുന്നത് ചേച്ചിക്ക് എന്തോ അങ്ങനെ പയ്യെ കളിച്ച് കയറുന്ന ഒരാളായിട്ടാണ് ചേച്ചിക്ക് രേണുസുതിയായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആണോ? അത് മാത്രം പറയുകയാണെങ്കിൽ രേണു ഈ പറഞ്ഞതുപോലെ ഞാൻ പറയാ കുറെ രേണുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ വാചാലയാവും. അതുകൊണ്ട് അനീഷ് ഒരു കോമണ്ടർ ആയിട്ട് വന്നതാണ്, അയാളുടെ ഗെയിമിംഗ് അടിപൊളി സൂപ്പർ. പിന്നെ അവരൊക്കെ അതിനായിട്ട് വന്നതാ. അവരൊക്കെ ഓരോ ലക്ഷ്യം വെച്ചിട്ട് വന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാർ. അല്ല അത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ പറയില്ലേ, ഞാൻ ഇവിടുന്ന് പോകുമ്പോ അല്ലെങ്കിൽ എന്റെ ഇന്റർവ്യൂ ഇതിപ്പോ ഞാൻ എല്ലാം പറയും. ഞാൻ ഇത് പറയില്ല, അത് ചോദിച്ചില്ല എന്തുകൊണ്ട് പോയി. അപ്പൊ ഞാനത് പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ കളിക്കണം. ലാലേട്ടന്മാർ ഇന്നലെ പറഞ്ഞത് രേണുസുതി മാത്രം വരുന്നു കൂത്തി പോലെ കളിക്കുന്നത്, CCTV പോലെ കളിക്കുന്നു. ഞാൻ പറയാം, നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഏഷ്യാനെറ്റിന്റെ താഴെ എഴുതി ചോദിക്കുമോ മുപ്പത്തി എന്താ അങ്ങനെ കളിക്കുന്നത്. എനിക്കറിയണമെങ്കിൽ ഒറ്റ വാക്ക് പോരെ. ഒറ്റ വാക്കിൽ പറയുമ്പോൾ അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന. രേണുസുതിക്ക് ഒരുപാട് ഇതുണ്ട്. രേണുസുതി സാധാരണക്കാരിയിൽ നിന്നും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പം അതാണ് ഏറ്റവും വലിയ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർക്കൊന്നും പറ്റിയൊരു സംഭവം അല്ല അത്. കാരണം അവരുടേതായ രീതിയിൽ അവർക്ക് വൈയായികകളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥ. ഞാൻ അവരെ ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ സാധാരണക്കാരി, എന്നെക്കാട്ടും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പം രേണുസുതിന്റെ ഞാൻ പറയില്ല, അതൊക്കെ ഞാൻ പറയുന്നത് ഓരോ വാക്ക് പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇങ്ങനെ ഇതേപോലെ ഗെയിം ചെയ്യുകയാണെങ്കിൽ, അല്ലാണ്ട് അവരെന്റെ അടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഗെയിം മാറ്റി അങ്ങനെ ചെയ്യാന്നുള്ളത്. കട്ട് ചെയ്ത് പറഞ്ഞ അതാണ്. ഇല്ല ഇത് മറ്റേ ഇത് അതിന്റെ ചോദിച്ചില്ല ഇതിന്റെ അല്ല. എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ലാലേട്ടനോട് പറഞ്ഞ ഒരു 10 പേര് കലാഭവൻ സരികനാണെങ്കിൽ ഒരു 20 പേരും കൂടെ അറിയണം. 20 അല്ല, ഇപ്പൊ 30-40 അറിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പൊ ഇനിയും പോയിട്ട് വെറുതെ ചളക്കൊളാവണ്ട. അനുമോളുടെ എല്ലാം ഇഷ്ടമാണ്, കരച്ചിലും ചെയ്യോ ഇവര്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇരുന്ന സമയം. അപ്പൊ നിങ്ങൾ ഇത് ഒറ്റ ഇന്റർവ്യൂല് തീർക്കേണ്ട പരിപാടിയാണോ? അല്ല, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എല്ലാം ഉണ്ട്. അതാ ഞാൻ പറയും, എല്ലാത്തിനും എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടികളുണ്ട്. കാരണം അവിടെ പറയാത്ത കാര്യങ്ങളും വിടി 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 അതല്ലേ പറയുന്നത്. ഇപ്പൊ കൊറേ കൂടെ നിന്നിരുന്നെങ്കിലേ അപ്പൊ അത് ഭയങ്കരമായി പോലെ. ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇനിയും വൈൽഡ് കാർഡ് എൻട്രി വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇത്രയും പേരെ വെച്ചിട്ടൊക്കെ നമുക്ക് വിലയിരുത്താൻ. പിന്നെ അത് മാത്രമല്ല, ഒറ്റയടിക്കാണ് ഗെയിം മാറ്റുന്നത്. 7ന്റെ പണി എന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണ് അയ്യോ ചോദിക്കല്ലേ വളരെ ഒനിയനെ പറ്റി എനിക്ക് കുറെ പറയാനുണ്ട്. ഇത് ഞാൻ ഒറ്റ വാക്കിലല്ല, എനിക്കൊരു 10 വാക്കിൽ പറയാനുണ്ട്. അല്ല, 2 പേരുടെ തെറ്റുണ്ട്. അപ്പൊ 2 പേരുടെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. കാരണം നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം. കാരണം ഇപ്പൊ ഞാൻ ഫ്രീ ആയി. മറ്റേന്ന് പറഞ്ഞാൽ ഭക്ഷണവും ഇല്ല, ഡ്രസ്സും ഇല്ല. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊന്നും പ്രതികരിക്കാനൊന്നും പറ്റില്ല. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് എല്ലാരെ പറ്റി ഞാൻ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ അനുപേട്ടനല്ല, ദിലീപേട്ടൻ. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെ? ഭയങ്കര അയ്യോ അവിടെ പടക്കം പിന്നല്ലാതെ പെർഫോമൻസ് നാളെ മറ്റന്നാളെ. കാരണം അടുത്ത ആൾക്കാർ എവിക്റ്റായതിന് മുന്നേ എനിക്ക് ഡീറ്റെയിൽ പറയാം.